നാട്ടിൽ പോകുന്നുണ്ടോ ഭായി? ഞാൻ കഴിഞ്ഞ വീക്കിൽ നാട്ടിൽ പോയി. പക്ഷെ ഞാനൊരു 3 ദിവസം കൊണ്ട് വീണ്ടും വന്നു. എനിക്ക് ഈ നാട്ടിലെ ക്ലൈമറ്റ് ശരിയാവുന്നില്ല. കാരണം എന്താ നാട്ടിലെ ക്ലൈമറ്റ്, എനിക്ക് അവിടുത്തെ ചൂട്. ഞാൻ കംപ്ലീറ്റ് കാറിലായിരുന്നു കേട്ടോ. അതെന്താ അറിയോ, അത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ മുമ്പേ. കാരണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ ഓടി എന്താണ് ഫോർച്യൂണർ ഇങ്ങനെ വണ്ടിന്റെ AC കുറെ മണിക്കൂറോളം ഇരുന്ന് കഴിഞ്ഞാല് ശരീരത്തിന് ഒരു ചെറിയ നുരു ഒരു അലർജി മാതിരി ഒരു സംഗതി പോകും. ശരിയാണ് കേട്ടോ അത്. എന്റെ വീട്ടിലുണ്ടായിട്ട് അങ്ങനെ കംപ്ലൈന്റ്. ഒരു മിനിറ്റ്. നാട്ടിൽ നിന്ന് മമ്മിയാണല്ലോ, മമ്മി ഒരു ഫോർച്യൂണറിന് ബുക്ക് ചെയ്തായിരുന്നു. അത് ഇന്ന് എത്ര ഡേറ്റ്? 17 അല്ലേ? ഇന്നലെ കിട്ടാൻ സാധ്യത ഉണ്ട്. അത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് ഏതാ കളറ്? അത് ക്രീം കളറാണ് മമ്മിക്ക് താല്പര്യം. എക്സാക്ട്ലി ക്രീമാണ് അത് ഈ ഫോർച്യൂണറിൽ ഏറ്റവും ലുക്കുള്ള കളർ, ഇല്ലെങ്കിൽ ബ്ലാക്ക്. അല്ല, മമ്മിക്ക് താല്പര്യം ക്രീം കളറാണ്. 24 lakh ഒക്കെയാണ് ഇപ്പൊ ഇതിന്റെ പ്രൈസ് അല്ലേ? എങ്ങനെ സാധാരണക്കാരൊക്കെ, നമുക്ക് പിന്നെ അതൊരു വിഷയമല്ല. മമ്മി വീണ്ടും വിളിക്കുന്നുണ്ടല്ലോ. വച്ചു ഇവിടെ സാംകോ കമ്പനിയല്ലേ, സാംകോ റിസപ്ഷനിൽ നിൽക്കുന്ന സൗദി ഉണ്ടല്ലോ, ജാവേദ് അഹമ്മദ് ജാവേദ്. അവിടെ 2 ജാവേദ്. അവന്റെ സാലറി എന്ന് പറയുന്നത് വെറും 4000 റിയാലാണ്. ആ പാവത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവന്റെ നാട്, സ്വന്തം നാട്ടിൽ അവന്റെ സാലറിയാണ്. ഒരു സൗദി സിറ്റിസൺ 4000 റിയാലിൽ അവിടെ ഇതെങ്ങനെ ഇത് വാങ്ങ വെച്ച് പൊട്ടിക്കണം, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചൂട് കാലം വന്നാൽ മച്ചു ഇത് ഡെയിലി ഒരു 4 എണ്ണയിലും കഴിക്കണം. കഞ്ഞികള് മലയാളികളൊന്നും ഇത് ഉപയോഗിക്കാറേ ഇല്ല. ഞാനിപ്പോ ഓർക്കുന്നത് എന്താണോ, അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ഞാന് ബഹ്റൈനിൽ പോയാലോ എന്ന് ആലോചിക്കാം. അവിടെ ആകുമ്പോ ഈ ലെബനോനികളുടെ കൂടെ ഡാൻസ് ചെയ്യാം. അല്ലേ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണോ, നമ്മുടെ ആലീസ് ഉണ്ടല്ലോ, ഫഹദ് ഹോസ്പിറ്റലിൽ ആലീസ് വരാന്ന് പറഞ്ഞു രാവിലെ തന്നെ. ഒന്നുകൂടി ബെറ്റർ. ഏതെങ്കിലും ഒന്ന് നോക്കണം. താങ്കള് ലേമരിനോട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇപ്പൊ അടുത്തെന്തെങ്കിലും ഒരു പുതിയ കുക്ക് വന്നതിന് ശേഷം? പണ്ട് താങ്കളുടെ ഫേവറേറ്റ് ആയിരുന്നല്ലോ ലേമരിനോട്ടിലെ ആ മത്തിക്കറി. അതെ, അതൊരു സംഭവമാണ്. എന്താണ് അതിന്റെ ഒരു ടെക്നിക്ക് എന്നൊന്ന് അറിഞ്ഞിരുന്നല്ലേ? അതായത് പക്ഷെ ബഹ്റൈൻ ലീമറിനി ഉണ്ടല്ലോ, അവിടെ 2500 റിയാലാണ് ഡെയിലി ഫുഡ് അടക്കം. ഫുഡ് അടക്കം 2500 റിയാൽ. അത്രേ ഉള്ളൂ? അതെ. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് ആ ഫ്രണ്ടിലെ സർക്കിൾ ഉണ്ടല്ലോ, അവിടുന്ന് റൈറ്റ് കയറി ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് വേറൊരു മൗണ്ട് ജംഗ്ഷൻ. താങ്കൾ അവിടെ താമസിച്ചിട്ടുണ്ടോ? മൗണ്ട് ജംഗ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ അവിടെ സെയിം റെന്റ് ആണ്. ആണോ? 2500. അവിടെ ഭയങ്കര രസമാട്ടോ. ഈ ലീമറിനിലുണ്ടല്ലോ കംപ്ലീറ്റ് ഇറ്റാലിയൻ ഫുഡാണ്. ഒരു 1 ടൈമിന് എത്രയാണ് അവിടെ ഫുഡ്? ഓൺലി ഫുഡ് മാത്രം? അങ്ങനെയല്ല, നമ്മളൊരു ഡെയിലി പാക്കേജ് ആണ് അവിടെ. എന്താണ് ഫുഡ് നമുക്ക് ഇഷ്ടമില്ല? മത്തി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് അവിടെ മത്തിക്കറി ഉള്ളത്, അല്ലാതെ ഡെയിലി അവിടെ മത്തിക്കറി അല്ല. ബത്തേരി പോവാറുണ്ടോ? ബത്തേരിലോ? ഞാൻ ഈ ആരാവോലെ. പിന്നെ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റിയാദ് അവന്യൂ ഉണ്ടല്ലോ, റിയാദ് അവന്യൂ അല്ല, റിയാദ് ഗാലറി പോകും. അവിടെ എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻസ് ആരും അധികം ഉണ്ടാവില്ല, കംപ്ലീറ്റ് യൂറോപ്യൻസും അറബ്സും ആണ്. ഞാൻ മന്ത്ലി 1-2 ട്രിപ്പ് പോകും ബത്തേരില്. കഞ്ഞികള് മലയാളികൾ ഒരു ബെഡ് സ്പേസ് പോലും ഇല്ലാതെ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് ടൈമും വേസ്റ്റ് ആക്കി. അവർക്കൊന്നും ഒരു ഉത്തരവാദിത്ത ബോധമല്ലോ. ഇപ്പോഴും 800 റിയാല് 1200 റിയാലിന് ജോലി ചെയ്യുന്ന എത്രയോ മലയാളീസിനെ കാണാൻ. കാരണം കാണുമ്പോഴേ ദേഷ്യം വരും. പാവങ്ങളാണ്. പക്ഷെ എന്താ ചെയ്യാ, ഉത്തരവാദിത്ത ബോധമല്ല. ഇതെന്തെങ്കിലും ഒരു സാലറിക്ക് ജോലി കയറാം. ഒന്നാമത് വിദ്യാഭ്യാസമല്ല, ഒരു കൾച്ചറില്ല, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല. ഞാൻ ഈ കൾച്ചറില്ലാത്ത ആളുകളെ മലയാളികളെ കാണേണ്ടിയിരുന്നു കരുതിയിട്ടാണ് ഞാൻ ബത്തേരി പോകുന്നത്. വെച്ചു
നമ്മുടെ ലീമർഡി ഉണ്ടല്ലോ, ലീമർഡിയിൽ കഴിച്ച മത്തിക്കറി അതൊരു സംഭവം കേട്ടോ. ടോപ്പ് സാധനമാണ്. പറയുമ്പോൾ മത്തി കൊണ്ടാണ് അത് പാചകം ചെയ്തിക്കണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവില്ല, സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ആ ഒരു നമ്മളെ കമ്പനി പോയപ്പോ സംഭവം അവിടെ കണ്ടില്ല നീ, കംപ്ലീറ്റ് നിസാന്റെ വണ്ടികളും വലിയ വലിയ വണ്ടികളും. നമുക്ക് ഈ കൊറോള മാറ്റിട്ടേ വല്ല ഹമ്മറോ അങ്ങനെ എന്തെങ്കിലും വണ്ടി മച്ചു, ഹമ്മറിനില്ലാർ ഒന്നുകൂടി ബെറ്റർ പ്രാഡോ, അതുപോലെ മറ്റേ GMCന്റെ പുതിയൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. GMCന്റെ ഹമ്മർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഹൈവേയിൽ ഇറങ്ങി നമ്മൾ ഈ ലോങ് ട്രിപ്പിനൊന്നും അത് പറ്റത്തില്ല. ഹമ്മർ അതാ ഒരു വലിയൊരു ബോഡി. കൊറോളയിലൊക്കെ യാത്ര ചെയ്യുന്നേ നമ്മുടെ സ്റ്റാറ്റസിന് ഫ്ലാറ്റ് ഇട്ടു. കാരണം ഇത്രയും തിരക്കുള്ള ടൈമില്, റഷ് ടൈമില് ഒരു ചെറിയ വണ്ടി, എത്രയും പെട്ടെന്ന് ചെറിയ വണ്ടി യൂസ് ചെയ്യാന്നുള്ള ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ വണ്ടി ഇപ്പൊ കമ്പനിയിലും ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ വലിയ വണ്ടി ഉപയോഗിക്കും. നമ്മളെ ഇപ്പൊ ഈ മന്ത്ലി ബഹ്റൈനിൽ പോകുന്നത് ആഴ്ചയിൽ ഇല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോ ആക്കി മാറ്റണം നമുക്ക്. അപ്പോഴേ ഒരു എൻജോയ്മെന്റ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മളെ പോലെ. പക്ഷെ വേറെ വിഷയമുണ്ട്. ഇനി നമ്മൾ ബഹ്റൈന് പോകുമ്പോ ലേമരിയുടെ മാറ്റി മറ്റേ വേറൊരു മൗണ്ട് ജംഗ്ഷൻ അതിൽ താമസിച്ചിട്ടുണ്ടോ? അതില് ഞാൻ താമസിച്ചില്ല. ഭയങ്കര ഹോട്ടലാന്ന്. അതില് എന്താ ഭയങ്കര ഒരു നാട് ഫീൽ ചെയ്യും നമുക്ക്. എന്തല്ലേ ലേബേഴ്സ് പോകുന്ന വണ്ടിയല്ലേ ഇത്? അതെ, ഒക്കെ 800, 900, 1500 പണിക്കണം പാവങ്ങൾ. കണ്ടോ ഒരു മലയാളി നിൽക്കുന്നു. റിവേഴ്സ്. ഹലോ മലയാളിയാണോ? അതെ. എന്താ വിടക്കണേ? ലേബറാണോ? ലേബറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാ? ഓക്കെ. ഒരു 100 റിയാൽ കൊടുക്കുക അയാൾക്ക്. 100 റിയാൽ ചേഞ്ച് നോക്കട്ടെ. ഭക്ഷണം കഴിച്ചോ ഭായി? എന്താ കഴിച്ചേ? ഭക്ഷണം കഴിക്കാൻ വാങ്ങിച്ചോ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് കേട്ടോ. ഹലോ. അതെ. എന്താ? ഞാൻ ഈ കാശ് തരാനുള്ള ആള് തരാത്തോണ്ടാണ് തരാത്. അല്ല, ഞാൻ കിട്ടിയാ ഞാൻ തരുമല്ലോ. അയാള് മറ്റന്നാ തരാന്നാ പറയുന്നേ. അയാള് കേൾക്കുന്നുണ്ട്, എന്റെ അടുത്ത് ഇരിക്കും. ഞാൻ അയാളോട് പറയുന്നുണ്ട്. ഞാൻ പുള്ളിനോട് പറഞ്ഞിട്ട് പുള്ളി പറയണ മറ്റന്നാ.
ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളിയോട് ആ അല്ല, ഞാൻ അറേഞ്ച് ചെയ്യാം. ഞാൻ ഓക്കെ നോക്കട്ടെ. ഓക്കെ ഞാനിന്ന് എങ്ങനെയും അറേഞ്ച് ചെയ്യാം പുള്ളിയോട് പറഞ്ഞിട്ട്. ഓക്കെ, നോക്കട്ടെ. ആരാ പോയി ഫോൺ ചെയ്ത്? അതൊരു കസ്റ്റമർ. ഒരു കസ്റ്റമർ. എന്ത് കസ്റ്റമറാ? പൈസ കൊടുത്തിട്ടില്ലല്ലേ? അതൊരു എന്താ പറയാ, പൈസ കൊടുക്കാനാണല്ലോ വിളിച്ച്. ഇനിയിപ്പോ എന്താ പറഞ്ഞത്? എന്താ പിന്നെ ഇനിയിപ്പോ 10ക്ക് ഇപ്പൊ എങ്ങനെ ചെല്ലും? എന്ത് 10ക്ക് എല്ലാം പറ്റൂല? അവൻ പറഞ്ഞു കേട്ടില്ല. അവൻ പറഞ്ഞു കേട്ടില്ലേ? എന്താണ് പറഞ്ഞത്? ഞാൻ കേട്ടില്ലല്ലോ, താങ്കളോടല്ലേ പറഞ്ഞത്. അപ്പഴത്തെ എനിക്കത് വാങ്ങുമ്പോ ഇച്ചല്ലേ ആൾക്കാർക്ക് കായ് കൊടുക്കണം എന്നുള്ളത്. ഒരു ദിവസം ഒരു 100 ആൾക്കാർ എനിക്ക് കായ്, അവിടെ കായ്, ഇവിടെ കായ്, മെസ്സിന്റെ കായ്, മറിച്ച കായ് അറിയണുണ്ട്. ഇതൊക്കെ ആര് കൊടുക്കുന്നത്? ഇതിന്റെ ജി വാങ്ങിക്കൂട്ടണത്. ഇതിന്റെ വരുമാനം എന്തത്തെ തന്തന്റെ തല എനിക്കില്ലേ? പലച്ചിങ്ങനെ വാങ്ങണുണ്ടല്ലോ, അവിടുന്ന് ഇവിടുന്നും കിട്ടണോടത്തൊന്നും ഈ വെച്ച് കടം വാങ്ങണ്ടല്ലോ. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രശ്നത്തിന് ഇജ്ജന്നെ ഒരു പരിഹാരം കാണണം. അല്ലാണ്ട് ഇപ്പൊ ഇഞ്ഞെ കൊണ്ട് തന്നെ എത്ര സഹായിക്കാൻ പറ്റും? 10-200 മാക്സിമം അങ്ങേ തല. ഞമ്മക്ക് ഈ വണ്ടി ആക്കിയിട്ടും റെന്റ് കാർ ഓടിയിട്ടും കിട്ടിയിട്ട് വേണ്ടേ? ഇതിപ്പോ 1000 റിയാൽ കഴിഞ്ഞ മാസം വാങ്ങിയതാണ്. അതിനിപ്പോ വെറുതെ മകനെല്ലാം വിളിച്ചത് ഞാൻ കുറച്ച് കേട്ടു. ഞാൻ എന്താ പറയാൻ നോക്കാൻ വേണ്ടിട്ട് ചോദിച്ചാണ്. മകനെ വിളിച്ചത് ഞാൻ കേട്ടു. അത് അല്ലെങ്കിൽ ഈ കൊല്ലംകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. മൈര കായ് വാങ്ങുമ്പോ ഇച്ചമാണേ കായ് കൊടുക്കാനുള്ള ആൾക്കാർ വിളിച്ചും അത് കൊടുക്കേണ്ടിയും വരും. അല്ലാണ്ട് ചെന്തിരിയത് അത് കൊല്ലക്കാർക്ക് ആയി കുറ്റം അങ്ങേ തല. ഓല എനിക്കൊരു ഉപകാരത്തിന് ചെയ്തെന്ന സംഗതിയല്ലേ? അത് ആ സമയം കഴിഞ്ഞാൽ കൊടുക്കണം എനിക്ക് ഇച്ചല്ലേ? അതായിരുന്നു തന്നു. ഇപ്പൊ കൊല്ലക്കാർക്ക് ഇനിയിപ്പോ ഒന്നും ചെയ്യാല്ല. പിന്നെ ആ കാശ് എത്രയും പെട്ടെന്ന് ഉണ്ടായി കൊണ്ടേ കൊടുക്കുക. അതിനെന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യാം. ഇപ്പൊ 1000 റിയാൽ പത്തേക്ക് എന്നാ തല്ലുന്ന് നടക്കണത്? 10ക്ക് എന്നല്ല, ഞാൻ ഇപ്പൊ നിക്കണ റൂമിക്ക് എന്നാലും തല്ലു. അവിടെ അതല്ല, അവിടെ വേറെ ചെല്ലാൻ പറ്റൂല. മെസ്സ് നല്ല രസമുണ്ടൊക്കെ പാടെ. എന്തൊക്കെ പുകിലായിരുന്നു ഇവിടെ. മനസ്സിന് എന്റെ സളഫാൻ കുടിച്ചാൽ കായില്ലായിട്ട് അടക്കുക. 100 റുപ്യ തരാം വൈകുന്നേരം നമുക്ക്. അത് ഞാൻ കൊണ്ട് വെച്ചോളൂ. കാരണം ഒരു 10 വണ്ടി ആക്കിയാൽ അതായി. അല്ലാണ്ട് എന്താ ഒന്നാമതേ ഇവിടുത്തെ പണിയൊക്കെ എന്താണോ, നമ്മൾ ഈ 1000-1500 റിയാലാണ് നമുക്ക് പണി, നമുക്ക് ഈ പണിയെടുത്താൽ കിട്ടണം. എന്റെ പെരേക്ക് ചെലവിന് കായ് അയക്കാനും എന്റെ ചെലവിനും ഈ റൂമൊന്നും മെസ്സൊന്നൊക്കെ ചവിട്ടി പുറത്താക്കി അറിഞ്ഞാല് ബാനക്കടാണ്. ശരിയാട്ടോ. ഇത് മറ്റേ നാട്ടിലത്തെ മാതിരി ഇവിടെ എത്തിക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ അതില് പോയി ചേരാം. കൊല്ലംകാരുടെ ടീം വന്നാണ് എനിക്ക് കിട്ടും. കാരണം ഇത് മറ്റേ പെരേക്ക് ചെലവിനയക്കാൻ വാങ്ങിയൊന്നല്ലോ. ഈ മൊബൈലിന്റെ ഹാൻഡ്സെറ്റ് പോകണ്ടാണ്, അതാണ് ഇപ്പൊ പ്രശ്നം. ഫെയർ ലവ്ലിയും തേച്ച് നടക്കാൻ വാങ്ങിയതല്ലേ? അപ്പൊ കൊല്ലംകാലത്ത് നിനക്ക് കിട്ടണം. എന്താ ചെയ്യ? ഒന്നും ചെയ്യല്ല. ഒരു കാര്യം ജിജക്കാക്കാനുട്ടി അടുത്ത സിഗ്നലില് വണ്ടിന്ന് ഇറങ്ങാൻ നോക്കേ. മറ്റെന്താ പറയാ, നമ്മളിത് കുറെ ആൾക്കാരെ വണ്ടിയാക്കിയിട്ടും വണ്ടി അങ്ങോട്ട് ഇട്ടെടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടെടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോ ഒരു 10-60 റുപ്യ ഉണ്ടാക്കണേണ്. അതില്ലാണ്ടാവും പഞ്ഞി. ചാരിയത് നാറുന്ന ഇറങ്ങണത് പണ്ടത്തെ കാക്കന്മാർ. അതറിയ എനിക്ക് ഒന്ന് നന്നാകാൻ നോക്കട കുട്ടി. കൊല്ലം കുറേ ലജ്ജ വന്നിട്ട് വെറുതെ താർക്കാനും വേണ്ടിയിട്ട് ഒരു ജീവിതം വേസ്റ്റ് ആക്കിയിട്ട് എന്താ കാര്യം? കുട്ടിക്ക് ഇപ്പൊ എത്രയായി? കുട്ടിക്ക് 3 വയസ്സായി. അതിനൊരു പൗഡറിനോ ഒരു പമ്പേഴ്സ് കൂടി കൊടുത്തയച്ചിട്ടില്ലല്ലോ ഇവിടുന്ന്? എന്റെ നടത്തവും കോലവും സെറ്റപ്പും ഒക്കെ കണ്ട